പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ കുറച്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഒഴിഞ്ഞു പോകുകയും സൗഭാഗ്യത്തിൻ്റെ വാതിലുകൾ മലക്കെ തുറക്കുകയും ചെയ്യുന്നൊരു സന്ദർഭം നാളെ പകൽ മുതൽ കുറച്ച് നക്ഷത്രജാതകർക്ക് നേരിട്ട് അനുഭവിച്ച് അറിയാൻ സാധിക്കും. ഇതെന്തൊക്കെയാണെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വളരെ വിശദമായിട്ടൊന്ന് പങ്കുവെക്കുന്നു. നിങ്ങളെ കാത്തിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മുൻകൂട്ടി അറിയാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം, മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന്. ധനാഗമങ്ങൾ ഉണ്ടാകാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകളൊക്കെ വേണ്ടിവരും. യാത്രകളുമായിട്ടനുബന്ധിച്ച് ശരീരക്ലേശങ്ങൾ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സർക്കാരിൻ്റെ കോൺട്രാക്ട് ജോലികൾ ഉള്ളവർക്ക് നല്ല കാലത്തിന് തുടക്കം കുറിക്കുന്നു. ശത്രുക്കളുടെ ശക്തി കുറയുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. സഹോദരങ്ങൾക്കും നല്ല കാലമാണ്. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢപ്പെടുത്താൻ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങളും ഇവർക്ക് ഉണ്ടാകുന്ന സമയമാണ്. വാക്കുദോഷത്താൽ കലഹങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല കാലമാണ്. ദാമ്പത്യ കലഹങ്ങൾ കൂടുതലാകും. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വാദബന്ധിയായ അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും കദളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും. വാക്കുദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ഒടിവ്, ചതവ്, ഹൃദയബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിച്ചു കിട്ടും. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ്. പ്രണയബന്ധം സഫലമാകാൻ സാധ്യതകൾ കാണുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയം. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് കുറച്ച് ആദരവ് ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. തൊഴിൽ ബന്ധിയായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിന് വായ്പാ ക്ലേശങ്ങൾ മാറിക്കിട്ടും. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയമാണ്. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ചിലവുകളൊക്കെ ഇവരുടെ വരവിനനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. പലവിധ ഐശ്വര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ ഇവ ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാര്യമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അഗ്നി മൂലമുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങൾ ഉണ്ടാകും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും.
ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പിതൃജനങ്ങൾക്ക് അരിഷ്ടിത കാലമാണ്. വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നല്ല സമയം. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. എല്ലാ രംഗങ്ങളിലും വിജയം വരിക്കും. പ്രാർത്ഥനകൾക്ക് ഫലം കാണും. സുഖശയനോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തിയും കുറയും. സഹായികളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സന്താനങ്ങളെ കൊണ്ട് സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യങ്ങൾ നിർവഹണം നടത്തേണ്ട ചില സാഹചര്യങ്ങളും കാണുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും. കാൽമുട്ടുവേദന, നടുവേദന, കൊളസ്ട്രോൾ, അൾസർ തുടങ്ങിയ അസുഖങ്ങൾ ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ടു പോകും. മംഗളകർമ്മങ്ങൾക്കുള്ള നേതൃത്വം വഹിക്കേണ്ടതായിട്ട് വരും. വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. പക്ഷികളുടെ ഉപദ്രവം ഏൽക്കാതെ ശ്രദ്ധിക്കണം. അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. പലവിധ ആപത്തുകൾക്കും ഇടയുണ്ട്. കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തനാകും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തുന്നത് നല്ലതാണ്. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും. പലവിധ സന്തോഷ അനുഭവങ്ങളും ജീവിതത്തിലൂടെ കടന്നു പോകും. ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്നൊഴിഞ്ഞു മാറാൻ സാധിക്കും. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കണം. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിന് അനുകൂല സമയമാണ്. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ ദോഷശാന്തിക്കായിട്ട് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കിട്ടാനുള്ള വലിയ തുകയ്ക്കുള്ള കാലതാമസം നീങ്ങിക്കിട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. പോലീസ് കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ആകും. ദാമ്പത്യ സൗഖ്യം ലഭിച്ചു തുടങ്ങും. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം വളരെ അനുകൂലമാണ്. പഴകിയ രോഗങ്ങൾക്കും സമാധാനം കിട്ടും. അഗ്നി കൊണ്ടുള്ള ജോലികൾ പ്രത്യേക ശ്രദ്ധ വേണം. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ നടക്കും. വലിയ ലാഭം പ്രതീക്ഷിക്കാം. കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടീഷ്യന്മാർ ഈ കാലയളവിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ മാറും. കന്നിക്കൂറുകാർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറിൽ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ചൊന്ന് നോക്കാം. ഉദരവ്യാധികൾ കുറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ മുഖത്ത് സന്തോഷഭാവമായിരിക്കും. ഇവരുടെ ലക്ഷ്യങ്ങളെല്ലാം പൂവണിയും. ഉൾഭയം വിട്ടൊഴിയും. ധനനേട്ടങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ്. കാര്യതടസ്സങ്ങളും ഇവരെ വിട്ടൊഴിയും. എല്ലാറ്റിനോടും എപ്പോഴും കലഹഭാവം ആയിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. സുഖസൗകര്യങ്ങൾ ഉണ്ടായാലും അത് അനുഭവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇടയ്ക്കൊക്കെ ഉണ്ടാകും. ഗൃഹ ഉപകരണങ്ങൾ മാറ്റി വാങ്ങാൻ സാധിക്കും.
സന്താനങ്ങളുമായിട്ട് അകന്നു കഴിയുന്നവർക്ക് അവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ സാധ്യതകളുണ്ട്. വ്യവഹാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.